പ്രത്യേകിച്ചും വിദേശയാത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം വ്യാപകമാണ് അവരുടെ നെറ്റ്വർക്ക്. അതെ, നമ്മുടെ കയ്യിലുള്ളത് അവരുടെ ഏറ്റവും പുതിയ ഇൻവെസ്റ്റർ പ്രസന്റേഷനാണ്. ഓഗസ്റ്റ് 5, 2025 തീയതി വെച്ചത്. അതായത് 2026 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിലെ Q1 കണക്കുകൾ. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി BLS ഇന്റർനാഷണൽ എന്താണ് ചെയ്യുന്നത്, അവരുടെ സാമ്പത്തിക നില എങ്ങനെയുണ്ട്, ഭാവിയിലോട്ട് എന്താണ് പ്ലാൻ എന്നൊക്കെ നമുക്ക് നോക്കാം. തീർച്ചയായും. എന്താണ് ഈ കമ്പനിയെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്, നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. ശരി, തുടങ്ങാമല്ലേ? തുടങ്ങാം. BLS ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ ശരിക്കും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ഭയങ്കരമായൊരു വളർച്ചയാണ് കാണുന്നത്. വെറുമൊരു സർവീസ് പ്രൊവൈഡർ എന്ന നിലയിൽ നിന്ന് പല രാജ്യങ്ങളുടെയും ഗവൺമെന്റുകളുടെ ഒരു പ്രധാന പങ്കാളിയായിട്ട് അവർ മാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ തന്നെ അതിന്റെ സൂചനകളുണ്ട്. അതെ, തുടക്കത്തിൽ തന്നെ പറയട്ടെ, 2005 തുടങ്ങിയ കമ്പനിയാണ്. ഇന്ന് ലോകത്തിലെ വിസ കോൺസുലർ സേവന രംഗത്തെ ഏറ്റവും വലിയ 2 കമ്പനികളിലൊന്നാണ് BLS. അതൊരു ചെറിയ കാര്യമല്ല. അല്ലേല്ല. ചില കണക്കുകൾ നോക്കിയാൽ 20 വർഷത്തെ എക്സ്പീരിയൻസ്, 46-ലധികം രാജ്യങ്ങളിലെ ഗവൺമെന്റുകളുമായിട്ട് നേരിട്ട് പങ്കാളിത്തം. 46 ഗവൺമെന്റുകൾ? അതെ, 70-ലധികം രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ഉണ്ട്. പിന്നെ ഇതുവരെ 36 കോടി അപേക്ഷകൾ അവർ കൈകാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാമല്ലോ. ശരിയാണ്. ആഗോളതലത്തിൽ ഇത്രയധികം ഗവൺമെന്റുകളുടെ ഒരു വിശ്വാസം നേടിയെടുക്കുക, പ്രത്യേകിച്ചും ഈ വ്യക്തിഗത വിവരങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നൊരു മേഖലയിൽ, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അമേരിക്ക ഒഴികെയുള്ള ഗ്ലോബൽ വിസ ഔട്ട്സോഴ്സിംഗ് മാർക്കറ്റിൽ 2024 കണക്ക് വെച്ച് നോക്കിയാൽ വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ ഒരു 17% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഓഹോ. അതുപോലെ അപേക്ഷകളുടെ എണ്ണം നോക്കിയാൽ ഒരു 10% മാർക്കറ്റ് ഷെയറും അവർക്കുണ്ട്. ഇത് അവരുടെ ഒരു മാർക്കറ്റ് ഡോമിനൻസിനെയാണ് കാണിക്കുന്നത്. ഈ 17%, 10% എന്നൊക്കെ പറയുന്നത് വലിയ കണക്കുകൾ തന്നെയാണല്ലോ ഈ മേഖലയിൽ. എങ്ങനെയാണ് അവർ ഈ ഒരു നിലയിലെത്തിയത്? വെറുതെ വിസ ആപ്ലിക്കേഷൻ വാങ്ങുക എന്നതിനപ്പുറം എന്തായിരിക്കും അവരുടെ ഒരു പ്രധാന ശക്തി? അവർ സ്വയം പറയുന്നത് പോലെ ഒരു വിശ്വസ്ത ആഗോള പങ്കാളി, ട്രസ്റ്റഡ് ഗ്ലോബൽ പാർട്ണർ എന്ന നിലയിലേക്ക് അവർക്ക് മാറാൻ പറ്റി. 2005 പോർച്ചുഗീസ് എംബസിക്ക് വേണ്ടി ഡൽഹിയിൽ ഒരു ചെറിയ ഓഫീസ് തുടങ്ങിയതാണ്. അവിടെ നിന്ന് ഇന്ന് 46 ഗവൺമെന്റുകളുമായിട്ട് കരാറിലെത്താൻ കാരണം അവരുടെ ഒരു പ്രവർത്തന മികവ്, പിന്നെ സാങ്കേതിക വിദ്യയിലൂന്നിയ സേവനങ്ങൾ. ടെക്നോളജി പ്രധാനമാണല്ലേ? വളരെ പ്രധാനം. പിന്നെ ഏറ്റവും മുഖ്യം ഡാറ്റ സുരക്ഷ. അതിലൊരു വിട്ടുവീഴ്ചയും അവർ ചെയ്യില്ല. ഗവൺമെന്റുകൾക്ക് ഇത് വളരെ നിർബന്ധമുള്ള കാര്യവുമാണ്. ശരിയാണ്. ഇനി നമുക്ക് അവരുടെ ബിസിനസ് സ്ട്രക്ചറിലേക്ക് വരാം. പ്രധാനമായിട്ടും 2 ഭാഗങ്ങളുണ്ടല്ലേ അവരുടെ ബിസിനസ്സിന്? അതെ, മേജർ വരുമാനം, അതായത് ഏകദേശം ഒരു 75% എന്ന് പറയാം, FY25 കണക്ക് വെച്ച്. അത് വിസ ആൻഡ് കോൺസുലർ സേവനങ്ങളിൽ നിന്നാണ്. അതായത് ഗവൺമെന്റുകൾക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ. അതെ, വിവിധ രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾക്ക് വേണ്ടി വിസ കൊടുക്കുക, പാസ്പോർട്ട് സംബന്ധമായ സേവനങ്ങൾ, പിന്നെ മറ്റ് കോൺസുലർ സേവനങ്ങളൊക്കെ ചെയ്യുക. ഈ മറ്റ് കോൺസുലർ സേവനങ്ങളെന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും അതില്? അതിപ്പോ നാഷണൽ ID കാർഡ് കൊടുക്കുന്നത്, ചിലപ്പോൾ സിറ്റിസൺഷിപ്പ് ഉപേക്ഷിക്കാനുള്ള സഹായം, ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ, നോട്ടറി സർവീസസ്, അങ്ങനെ പലതും വരാം. ഗവൺമെന്റുകൾ കൂടുതൽ കാര്യങ്ങൾ കാര്യക്ഷമത കൂട്ടാനായിട്ട് പുറത്തേക്ക് കൊടുക്കുന്നൊരു ട്രെൻഡുണ്ടല്ലോ. ശരി. രണ്ടാമത്തെ ഭാഗം ഡിജിറ്റൽ സേവനങ്ങളാണല്ലോ. ഏകദേശം 25% വരുമാനം അവിടെ നിന്നാണ്. അതെന്താണ് കൃത്യമായി ചെയ്യുന്നത്? ആ ഡിജിറ്റൽ സർവീസ് വിഭാഗം പ്രധാനമായും ഇന്ത്യയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റുകൾക്കു വേണ്ടി പലതരം പൗരസേവനങ്ങൾ കൊടുക്കുന്നു. ഉദാഹരണത്തിന് ബാങ്കിംഗ് സേവനങ്ങളൊക്കെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന ബിസിനസ് കറസ്പോണ്ടന്റ് അഥവാ BC സർവീസസ്. പിന്നെ ഗവർണൻസ് പ്രോജക്റ്റുകളുടെ നടത്തിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓഹോ. അവർക്ക് 1,44,000-ലധികം സർവീസ് ടച്ച് പോയിന്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ചെറിയ സേവന കേന്ദ്രങ്ങൾ. പിന്നെ 45,000-ലധികം ബിസിനസ് കറസ്പോണ്ടന്റുകളും. അപ്പോ ഗ്രാമീണ ഇന്ത്യയിലൊക്കെ ഇതിന് നല്ല സ്വാധീനമുണ്ടാകുമല്ലോ. തീർച്ചയായും. ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പോലുള്ള കാര്യങ്ങളിൽ ഇതിന് നല്ല പങ്കുണ്ട്. അപ്പോ ഒരു സൈഡിൽ ഗ്ലോബൽ ഗവൺമെന്റ് സർവീസ്, മറു സൈഡിൽ ഇന്ത്യ ഫോക്കസ്ഡ് ഡിജിറ്റൽ സർവീസ്. നല്ല വൈവിധ്യമുണ്ട്. ഇനി നമുക്ക് ലേറ്റസ്റ്റ് സാമ്പത്തിക കണക്കുകളിലേക്ക് വരാം. Q1 FY26, അതായത് ഏപ്രിൽ-ജൂൺ 2025 കാലയളവിലെ പ്രകടനം എന്താണ് പറയുന്നത്? കണക്കുകൾ വളരെ നല്ലതാണ്. ആ പാദത്തിലെ പ്രവർത്തന വരുമാനം, റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്,
710.6 കോടിയാണ്. 710 കോടി. അതെ, ഇത് കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് 44% കൂടുതലാണ്. 44% വർധനവ്. ഇത് നല്ലൊരു വളർച്ചയാണല്ലോ. ഇതിന് പിന്നിലെ കാരണം ഇത് മുഴുവനും നിലവിലുള്ള ബിസിനസ്സിൽ നിന്നാണോ? അല്ല, അവിടെ മണലും ഈ വളർച്ചയ്ക്ക് 2 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന് ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറയും, അതായത് നിലവിലുള്ള കരാറുകളിൽ നിന്നും ബിസിനസ്സിൽ നിന്നുമുള്ള സ്വാഭാവിക വളർച്ച. 2, കഴിഞ്ഞ വർഷം അവർ കുറച്ച് വലിയ ഏറ്റെടുക്കലുകൾ നടത്തിയിരുന്നു. ഐഡേറ്റ, സിറ്റിസൺഷിപ്പ് ഇൻവെസ്റ്റ്, ആദിഫിഡേലിസ് എന്നൊക്കെ പറഞ്ഞ്. ആ കമ്പനികളുടെ വരുമാനം കൂടി ഈ ക്വാർട്ടറിൽ വന്നതുകൊണ്ടാണ് ഇനോർഗാനിക് ഗ്രോത്ത് ഇത്ര വലിയൊരു ചാട്ടം കാണുന്നത്. ഓഹോ, അപ്പോ ഏറ്റെടുക്കലുകൾ നന്നായി സഹായിച്ചു. തീർച്ചയായും. ലാഭത്തിന്റെ കാര്യത്തിലോ? EBITDA, PAT ഒക്കെ എങ്ങനെയാണ്? ലാഭക്ഷമതയും കൂടിയിട്ടുണ്ട്. EBITDA, അതായത് പലിശ, ടാക്സ്, ഡിപ്രീസിയേഷൻ ഒക്കെ കഴിക്കുന്നതിന് മുൻപുള്ള ലാഭം, അത് 204.2 കോടിയായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 53% വർധനവ്. അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ട കാര്യം EBITDA മാർജിനാണ്. അതെ, അത് 27%-ൽ നിന്ന് 28.7%-മായി കൂടി. അതായത് കിട്ടുന്ന ഓരോ 100 രൂപ വരുമാനത്തിലും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ അവർക്ക് പറ്റി. ഈ മാർജിൻ കൂടാൻ കാരണമെന്താണ്? സാധാരണ ഏറ്റെടുക്കലുകൾ നടക്കുമ്പോൾ തുടക്കത്തിൽ മാർജിൻ ഒന്ന് കുറയാറില്ലേ? നല്ല ചോദ്യമാണ്. ഏറ്റെടുക്കലുകൾ ഉണ്ടായിട്ടും മാർജിൻ കൂടാൻ കാരണം അവർ പതുക്കെ പാർട്ട്ണർമാർ നടത്തിയിരുന്ന സെന്ററുകളിൽ നിന്ന് സ്വന്തമായിട്ട് നടത്തുന്ന മോഡലിലേക്ക് മാറുകയാണ്. ഓഹോ, സെൽഫ് മാനേജ്ഡ് മോഡൽ. അതെ. അപ്പോ ഓപ്പറേഷൻസിൽ കൂടുതൽ കൺട്രോൾ വരും, കാര്യക്ഷമത കൂടും, ചെലവ് കുറയും. അങ്ങനെയാണ് മാർജിൻ വർദ്ധിക്കുന്നത്. FY21-ൽ വെറും 8.3% EBITDA മാർജിൻ. അത് FY25 ആയപ്പോഴേക്കും 28.7%-മായി. അതൊരു വലിയ മാറ്റമാണ്. ശരിയാണ്. അപ്പോ നികുതിക്ക് ശേഷമുള്ള ലാഭം PAT 181 കോടിയാണ്. അതും 50% വർധനവാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച്. PAT മാർജിനും 24.5%-ൽ നിന്ന് 25.5%-മായി കൂടിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ലാഭത്തിലും നല്ല വളർച്ചയുണ്ടായി. ഇനി ഈ 2 ബിസിനസ് ഭാഗങ്ങളുടെ പ്രകടനം നോക്കാം. വിസ ആൻഡ് കോൺസുലർ സർവീസിൽ വരുമാനം 460.7 കോടി, 11% വാർഷിക വളർച്ച. പക്ഷേ EBITDA 186 കോടിയിലേക്ക് ചാടി, 53% വളർച്ച. EBITDA മാർജിൻ 40.4%. ഇത് വിശ്വസിക്കാൻ പ്രയാസമാണല്ലോ. അതെ, വിസ കോൺസുലർ ഭാഗം വളരെ ലാഭകരമാണ്. അതിനൊരു കാരണം ഒരു അപേക്ഷയിൽ നിന്നുള്ള ശരാശരി വരുമാനം, നെറ്റ് റവന്യൂ പെർ ആപ്ലിക്കേഷൻ എന്ന് പറയും. അത് 21% കൂടി 3167 രൂപയായി. അതായത് ഓരോ അപേക്ഷകനിൽ നിന്നും കൂടുതൽ പണം കിട്ടുന്നു. അതെ, ഒരുപക്ഷെ കൂടുതൽ വാല്യൂ ആഡഡ് സർവീസുകൾ വിൽക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വില കൂട്ടിയതുകൊണ്ടോ ആകാം. എന്തായാലും ലാഭം കൂടി. എന്നാൽ ഡിജിറ്റൽ സേവനങ്ങളുടെ കാര്യമോ? വരുമാനം 249.9 കോടിയായി, 218% വർധനവ്. ഇത് തീർച്ചയായും ഏറ്റെടുക്കലുകൾ കാരണമാണ്. പക്ഷേ EBITDA മാർജിൻ വെറും 7.3%. ഇത് വിസയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമില്ലല്ലോ. എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഡിജിറ്റൽ സർവീസിലെ വരുമാനം ഗംഭീരമായി കൂടിയിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഏറ്റെടുക്കലാണ് മുഖ്യ കാരണം. പക്ഷെ ലാഭം വളരെ കുറവാണ്. അതിന് ചില കാരണങ്ങളുണ്ടാവാം. 1, ആ മേഖലയിൽ മത്സരം കൂടുതലായിരിക്കാം. 2, ഈ ബിസിനസ് കറസ്പോണ്ടന്റ്, ഗവേണൻസ് സർവീസുകളുടെ ഒരു സ്വാഭാവിക മാർജിൻ വിസയേക്കാൾ കുറവായിരിക്കാം. അല്ലെങ്കിൽ ഏറ്റെടുക്കലിന് ശേഷമുള്ളൊരു ഇൻ്റഗ്രേഷൻ സമയത്ത് ചില ചിലവുകൾ കൂടുതൽ വന്നിട്ടുണ്ടാവാം. അപ്പോ ഇതൊരു വെല്ലുവിളിയാണോ? ദീർഘകാലത്തിൽ ഈ മാർജിൻ കൂട്ടുക എന്നത് അവർക്കൊരു ഫോക്കസ് ഏരിയ ആയിരിക്കും. അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം ഈ ഭാഗത്ത് വരുമാനം കൂട്ടുക, മാർക്കറ്റ് ഷെയർ പിടിക്കുക എന്നതായിരിക്കാം ഇപ്പോൾ. ഇനിയൊരു 3-4 വർഷത്തെ വളർച്ച നോക്കിയാൽ FY22, FY25 കാലയളവിൽ വരുമാനത്തിൽ 37% CAGR, EBDAയിൽ 81% CAGR എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതം തോന്നുന്നു. റിട്ടേൺ റേഷ്യോസ് എങ്ങനെയുണ്ട്? FY25-ലെ കണക്ക് വെച്ച് ROCE, അതായത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, 22%. ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റി, 31.3%. ഇത് രണ്ടും വളരെ മികച്ച നമ്പറുകളാണ്. അതായത് മുടക്കുമുതലിന് നല്ല റിട്ടേൺ കിട്ടുന്നുണ്ട്. അതെ, മുടക്കിയ പണത്തിൽ നിന്നും ഓഹരി ഉടമകളുടെ പണത്തിൽ നിന്നും നല്ല വരുമാനമുണ്ടാക്കാൻ കമ്പനിക്ക് സാധിക്കുന്നു.
പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം 2025 മാർച്ച് 31 കണക്കനുസരിച്ച് ഏകദേശം 1000 കോടി രൂപ ഏറ്റെടുക്കലിനായിട്ട് ചെലവാക്കിയിട്ടും കമ്പനിയുടെ കയ്യിൽ 928 കോടിയുടെ നെറ്റ് ക്യാഷ് ഉണ്ട്. കടം കഴിച്ച് ഇത്രയും പണം ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? അവിടെയാണ് അവരുടെ ബിസിനസ് മോഡലിന്റെ ഒരു പ്രത്യേകത. നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലോ? അതെന്താണ്? സിമ്പിളായി പറഞ്ഞാൽ സർവീസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അപേക്ഷകരിൽ നിന്ന് ഫീസ് കിട്ടും. പക്ഷേ അവർക്ക് ഗവൺമെന്റിനോ അല്ലെങ്കിൽ മറ്റു വെണ്ടർമാർക്കോ കൊടുക്കാനുള്ള പൈസ കുറച്ച് കഴിഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ പ്രവർത്തന മൂലധനത്തിനു വേണ്ടി അധികം പൈസ കണ്ടെത്തേണ്ടി വരുന്നില്ല. ക്യാഷ് ഫ്ലോ എപ്പോഴും പോസിറ്റീവായിരിക്കും. ഓഹോ. എംബസികളിൽ നിന്നും പൈസ കിട്ടാൻ വൈകില്ല. സീറോ റിസീവബിൾസ് ഫ്രം മിഷൻസ് എന്നാണ് അവർ പറയുന്നത്. ഇത് ഭയങ്കര സ്ട്രോങ് ആയ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ നൽകും. ഈ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ മോഡൽ കൊള്ളാം. പക്ഷേ അതിനെന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് നിയമം മാറിയാൽ ഈ മുൻകൂട്ടി പണം വാങ്ങുന്ന രീതിക്ക് എന്തെങ്കിലും തടസ്സം വന്നാൽ അത് ബാധിക്കില്ലേ? അതൊരു സാധ്യത തള്ളിക്കളയാനാവില്ല. റെഗുലേറ്ററി റിസ്ക് എപ്പോഴും ഉണ്ടാകും, പ്രത്യേകിച്ചും ഇത്രയധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ. ഓരോ രാജ്യത്തും നിയമങ്ങൾ മാറാമല്ലോ. ഈ ഫീസ് വാങ്ങുന്ന രീതിയിലോ സമയത്തിലോ മാറ്റം വന്നാൽ അത് ക്യാഷ് ഫ്ലോയെ ചിലപ്പോൾ ബാധിച്ചേക്കാം. പക്ഷേ അവരുടെ ദീർഘകാല കരാറുകളും ഗവൺമെന്റുകളുമായുള്ള നല്ല ബന്ധവും ഒരു പരിധിവരെ ഈ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് കരുതാം. ശരിയാണ്. ഇനി നമുക്ക് അവരുടെ സ്ട്രാറ്റജിക് നീക്കങ്ങളിലേക്ക്, അതായത് ഈ ഏറ്റെടുക്കലുകളിലേക്ക് വരാം. കഴിഞ്ഞ വർഷം നടന്ന 3 പ്രധാനപ്പെട്ട ഏറ്റെടുക്കലുകൾ അവരുടെ ഒരു ഡയറക്ഷൻ കാണിക്കുന്നുണ്ടല്ലോ. ആദ്യത്തേത് ഐഡേറ്റ. അതെ, ഐഡേറ്റ 2024 ജൂലൈയിൽ ഏകദേശം 720 കോടി രൂപ മുടക്കിയാണ് വാങ്ങിയത്. തുർക്കി ബേസ്ഡ് കമ്പനിയാണ്. ജർമ്മനി, ഇറ്റലി, ചെക്ക് റിപ്പബ്ലിക് പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി 11 രാജ്യങ്ങളിൽ വിസ സർവീസ് കൊടുക്കുന്നു. അപ്പോ യൂറോപ്പിൽ വലിയൊരു എൻട്രി കിട്ടി. തീർച്ചയായും. ഇത് BLSന് യൂറോപ്യൻ മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ഷെങ്കൻ വിസ പ്രോസസ്സിംഗിൽ ഒരു വലിയൊരു സ്റ്റെപ്പപ്പ് ആയിരുന്നു. അവരുടെ പ്രധാന ബിസിനസ്സായ വിസയെ ശക്തിപ്പെടുത്താനും ഗ്ലോബൽ മാർക്കറ്റ് ഷെയർ കൂട്ടാനും ഇത് സഹായിച്ചു. ആണ്. 2024 ഒക്ടോബറിൽ 260 കോടിക്ക് വാങ്ങിയ ദുബായ് ബേസ്ഡ് കമ്പനിയാണ് സിറ്റിസൺഷിപ്പ് ഇൻവെസ്റ്റ്. ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നല്ല ആസ്തിയുള്ള ആളുകൾക്ക് HNWIസിന് വിവിധ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റിലൂടെ സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ റെസിഡൻസിയോ നേടാൻ സഹായിക്കുന്നു. RCBI എന്ന് പറയും. ഓഹോ, ഇൻവെസ്റ്റ്മെന്റ് വഴി സിറ്റിസൺഷിപ്പ്. അതെ, 15ലധികം രാജ്യങ്ങളിലെ പ്രോഗ്രാമുകൾ ഇവർ മാനേജ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ വേഗത്തിൽ വളരുന്ന നല്ല മാർജിനുള്ളൊരു പുതിയ മാർക്കറ്റാണ്. അതിലേക്കുള്ള BLSന്റെ ഒരു തന്ത്രപരമായ നീക്കമാണിത്. ഈ ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്നൊക്കെ പറയുന്ന ആശയം പോപ്പുലർ ആവുകയാണല്ലോ. ശരിയാണ്. മൂന്നാമത്തെ ഏറ്റെടുക്കൽ ആർഡിഫിഡലിസ് സൊല്യൂഷൻസ്. ഇത് ഇന്ത്യയിലെ ഡിജിറ്റൽ സർവീസുമായി ബന്ധപ്പെട്ടതാണോ? അതെ, BLSന്റെ സബ്സിഡിയറിയായ BLS ഇ-സർവീസസ് ആണ് 2024 നവംബറിൽ ഏകദേശം 123 കോടിക്ക് ആർഡിഫിഡലിസിന്റെ 57% ഷെയർ വാങ്ങിയത്. ഈ കമ്പനി പ്രധാനമായും ബാങ്കുകൾക്കും മറ്റു ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്കും വേണ്ടി ലോൺ ഡോക്യുമെന്റേഷൻ, പ്രോസസ്സിംഗ്, ഡിസ്ട്രിബ്യൂഷൻ പോലുള്ള സർവീസുകളാണ് കൊടുക്കുന്നത്. അതായത് ബാങ്കിംഗ് ബാക്ക്-എൻഡ് സർവീസസ്. ഒരു പരിധിവരെ അതെ. 17 സംസ്ഥാനങ്ങളിൽ 8600-ലധികം പാർട്ട്ണർമാരുള്ള വലിയ നെറ്റ്വർക്കാണ്. ഇത് BLSന്റെ ഡിജിറ്റൽ ഫിനാൻഷ്യൽ സർവീസ് രംഗത്തുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷനാണ്. നേരത്തെ പറഞ്ഞ കുറഞ്ഞ മാർജിനുള്ള ഡിജിറ്റൽ സെഗ്മെന്റിന് ഇതൊരു ബൂസ്റ്റ് ആകുമോ എന്ന് നോക്കണം. ഈ ഏറ്റെടുക്കലുകൾക്ക് പുറമെ ഓപ്പറേഷണൽ എക്സലൻസ് കൂട്ടാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും പറഞ്ഞല്ലോ. ടെക്നോളജിയുടെ പങ്ക് ഇവിടെ എത്രത്തോളം വലുതാണ്? വളരെ വലുതാണ്. കാരണം ഈ വിസ, കോൺസുലർ സർവീസിന്റെ ടെൻഡറുകളൊക്കെ കിട്ടണമെങ്കിൽ ടെക്നോളജിയിൽ നല്ല കഴിവുണ്ടെന്ന് കാണിക്കണം. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന്. BLS ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, ബയോമെട്രിക്സ്, ഡേറ്റ അനലിറ്റിക്സ്, OCR, ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ പോലുള്ള ടെക്നോളജികളൊക്കെ കാര്യക്ഷമത കൂട്ടാനും സുരക്ഷ ഉറപ്പാക്കാനും കസ്റ്റമർ എക്സ്പീരിയൻസ് നന്നാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ പുതിയ കോൺട്രാക്റ്റുകൾ കിട്ടാൻ ഇത് സഹായിക്കുമല്ലോ. തീർച്ചയായും. നിലവിലുള്ളവ നിലനിർത്താനും ഇത് അത്യാവശ്യമാണ്. അപ്പോ ഒരു വശത്ത് കോർ ബിസിനസ് ശക്തിപ്പെടുത്തുന്നു, മറുവശത്ത് പുതിയ ഗ്രോത്ത് ഏരിയകളിലേക്ക് പോകുന്നു. സിറ്റിസൺഷിപ്പ് ഇൻവെസ്റ്റ്, ആർഡിഫിഡലിസ്, കൂടെ ടെക്നോളജിയും ഓപ്പറേഷണൽ എക്സലൻസും വെച്ച് ലാഭം കൂട്ടുന്നു. നല്ലൊരു സ്ട്രാറ്റജി തന്നെ. ഇനി ഈ ഇൻഡസ്ട്രിയുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാം. BLS പ്രവർത്തിക്കുന്ന ഈ മേഖലകൾക്ക് ശരിക്കും നല്ല ഭാവിയുണ്ടോ? ഉണ്ട്. റിപ്പോർട്ടിലെ കണക്കുകൾ നോക്കിയാൽ അതാണ് കാണുന്നത്. പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസൊക്കെ വളർച്ചയുടെ പാതയിലാണ്. ഒന്ന്, ഗ്ലോബൽ ട്രാവൽ ആൻഡ് ടൂറിസം.
2024-29 കാലയളവിൽ ഏകദേശം 8% CAGR പ്രതീക്ഷിക്കുന്നു. അന്താരാഷ്ട്ര യാത്രകൾ കൂടുന്നത് വിസ അപേക്ഷകളും കൂട്ടുമല്ലോ. ശരിയാണ്. 2. വിസ ഔട്ട്സോഴ്സിംഗ് മാർക്കറ്റ്. അമേരിക്ക ഒഴികെ ഇത് പ്രതിവർഷം 14% CAGR-ൽ വളരുമെന്നാണ് പറയുന്നത്. 2024-29 ഗവൺമെന്റുകൾ കൂടുതൽ സേവനങ്ങൾ കാര്യക്ഷമതയ്ക്കും ചെലവ് ചുരുക്കാനും വേണ്ടി പുറത്തേക്ക് കൊടുക്കുന്നത് തുടരും. 2024-ൽ ഒരു 38% ഔട്ട്സോഴ്സിംഗ് റേഷ്യോ എങ്കിൽ 2029-ൽ അത് 50% ആകുമെന്നാണ് പ്രതീക്ഷ. പകുതിയോളം വരും. അതെ. 3. കോൺസുലർ സേവനങ്ങളുടെ ഔട്ട്സോഴ്സിംഗ്. ഇത് അതിലും വേഗത്തിലാണ് വളരുന്നത്. 32% CAGR 2024-29. വിസയല്ലാത്ത മറ്റ് സർവീസുകളും ഗവൺമെന്റുകൾ പുറത്തേക്ക് കൊടുക്കാൻ തുടങ്ങുന്നു. 4. 4. ഇൻവെസ്റ്റ്മെന്റ് മൈഗ്രേഷൻ. അതായത് സിറ്റിസൺഷിപ്പ് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുന്ന ബിസിനസ്. അതും 2024-29 കാലത്ത് 11% CAGR-ൽ വളരുമെന്നാണ് പ്രതീക്ഷ. സാമ്പത്തികവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ കൊണ്ട് ആളുകൾ മറ്റ് രാജ്യങ്ങളിൽ അവസരങ്ങൾ തേടുന്നത് കൂടുന്നു. അപ്പോൾ ഈ വളരുന്ന മാർക്കറ്റുകളിലെല്ലാം നേട്ടമുണ്ടാക്കാൻ BLS നല്ലൊരു പൊസിഷനിലാണെന്ന് പറയാം. അവരുടെ ഭാവി പ്ലാനുകൾ എന്തൊക്കെയാണ്? ഈ ഗ്രോത്ത് നിലനിർത്താൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? പ്രധാനമായും പുതിയ ടെൻഡറുകൾക്ക് വേണ്ടി വളരെ അഗ്രസീവായിട്ട് മത്സരിക്കുക എന്നതാണ്. പ്രത്യേകിച്ചും അടുത്ത 2 വർഷത്തിനുള്ളിൽ റിന്യൂവലിന് വരുന്ന വലിയ കോൺട്രാക്റ്റുകളുണ്ട്. ഏകദേശം $1 മുതൽ $2 ബില്യൺ വരെ വരും അതിന്റെ വാല്യൂ. അത് പിടിക്കാൻ അവർ ശ്രമിക്കും. അതിനായി അവരുടെ ടെക്നോളജിയും ഗ്ലോബൽ പ്രസൻസും ഉപയോഗിക്കുമല്ലേ? അതെ. അവരുടെ ടെക്നോളജിക്കൽ എഡ്ജും ഇത്രയും രാജ്യങ്ങളിലെ അനുഭവപരിചയവും അവിടെ ഗുണം ചെയ്യും. മറ്റ് സ്ട്രാറ്റജികളോ? നിലവിലുള്ള സേവനങ്ങൾ വിപുലീകരിക്കും, പ്രത്യേകിച്ച് ഡിജിറ്റൽ സൈഡിൽ. പുതിയ രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നോക്കും. ഗവൺമെന്റുകളുമായുള്ള ബന്ധം ശക്തമായി നിലനിർത്തും, പുതിയ ബന്ധങ്ങളുണ്ടാക്കും. പിന്നെ ആവശ്യമെങ്കിൽ ഇനിയും സ്ട്രാറ്റജിക്കായ ഏറ്റെടുക്കലുകൾ നടത്താനും സാധ്യതയുണ്ട്. അവരെപ്പോഴും പറയുന്നത് ലാഭകരമായ വളർച്ചയിൽ ശ്രദ്ധിക്കുമെന്നാണ്. അപ്പോൾ BLS-ന്റെ ഒരു യുണീക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ UVP എന്തൊക്കെയാണെന്ന് ചുരുക്കി പറയാമോ? എന്തുകൊണ്ട് ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററോ അവരെ ശ്രദ്ധിക്കണം? പ്രധാനമായും നമുക്കിങ്ങനെ പറയാം. 1. ലാഭത്തിൽ ശ്രദ്ധിച്ചുള്ള വളർച്ച, വെറുതെ വരുമാനം കൂട്ടുകയല്ല. 2. ദീർഘകാലത്തേക്കുള്ളതും എക്സ്ക്ലൂസീവുമായ കരാറുകൾ. സാധാരണ 5-10 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റുകളാണ്. അത് സ്റ്റെബിലിറ്റി നൽകും. 3. നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. അത് ക്യാഷ് ഫ്ലോയ്ക്ക് വളരെ നല്ലതാണ്. 4. ആസറ്റ് ലൈറ്റ് മോഡൽ. വലിയ ഫാക്ടറികളോ മെഷീനറികളോ ഒന്നും വേണ്ട. ഓഫീസുകളും കമ്പ്യൂട്ടറുകളും മതിയല്ലോ. അതെ. 5. സ്ട്രോങ് ഫ്യൂച്ചർ വിസിബിലിറ്റി. ദീർഘകാല കരാറുകൾ ഉള്ളതുകൊണ്ട് ഭാവി വരുമാനം ഒരു പരിധിവരെ ഊഹിക്കാം. 6. ഹെൽത്തി ബാലൻസ് ഷീറ്റ്. കടം കുറവ്, കയ്യിൽ നല്ല കാശ്. വളരെ ക്ലിയറായി. അപ്പോൾ BLS ഇന്റർനാഷണലിനെ കുറിച്ചുള്ള ഈ വിശദമായ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. വിസ, കോൺസുലർ, ഡിജിറ്റൽ സേവന രംഗത്തെ ഒരു ഗ്ലോബൽ പ്ലെയർ, നല്ല സാമ്പത്തിക പ്രകടനം, മികച്ച ലാഭം, പ്രത്യേകിച്ച് വിസയിൽ, ഏറ്റെടുക്കലുകളിലൂടെയുള്ള വളർച്ചയും വൈവിധ്യവൽക്കരണവും, പിന്നെ വളരുന്ന മാർക്കറ്റുകളിലെ അവസരങ്ങൾ മുതലാക്കാനുള്ള ഒരു ശേഷി. അതെ. ഇനി നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. പറയൂ. ഗവൺമെന്റുകൾ പൗരന്മാരുടെ വളരെ സെൻസിറ്റീവായ ഡേറ്റയൊക്കെ കൈകാര്യം ചെയ്യുന്ന വിസ, പാസ്പോർട്ട് പോലുള്ള കാര്യങ്ങൾ BLS പോലെ പുറത്തുള്ള കമ്പനികളെ ഏൽപ്പിക്കുമ്പോൾ കാര്യക്ഷമതയൊക്കെ കൂടുമായിരിക്കും. പക്ഷേ ഈ ഡേറ്റ സുരക്ഷ, പ്രൈവസി ഇതൊക്കെ എത്രത്തോളം ഉറപ്പാക്കാൻ പറ്റും? ടെക്നോളജി ഒരുപാട് സൗകര്യങ്ങൾ തരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ വരുന്ന റിസ്കുകളും നമ്മൾ കാണാതെ പോകരുത്. ആ ഒരു ബാലൻസ് എങ്ങനെ കണ്ടെത്താൻ പറ്റും? അതൊരു പ്രധാന ചോദ്യം തന്നെയാണ്. അതോടൊപ്പം ഈ സിറ്റിസൺഷിപ്പ് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുന്ന പൈസ കൊടുത്ത് സിറ്റിസൺഷിപ്പ് വാങ്ങുക എന്ന പരിപാടി കൂടുമ്പോൾ അത് പല രാജ്യങ്ങളിലെയും ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ എങ്ങനെ ബാധിക്കും? പൗരത്വം എന്ന ആശയത്തിന് തന്നെ എന്തു മാറ്റമാണ് വരാൻ പോകുന്നത്? പണമുള്ളവർക്ക് എളുപ്പത്തിൽ പല രാജ്യങ്ങളിൽ സിറ്റിസൺഷിപ്പ് കിട്ടുന്നത് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായും. ഈ മേഖലയിലെ വളർച്ച പുതിയ അവസരങ്ങൾ മാത്രമല്ല, പുതിയ ചില ചോദ്യങ്ങളും വെല്ലുവിളികളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശരിയാണ്. ഇന്നത്തെ ഈ ചർച്ച കേട്ടതിന് എല്ലാവർക്കും നന്ദി. വിദേശയാത്ര പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാവോ ആലോചിക്കുക? ഫ്ലൈറ്റ് ടിക്കറ്റുകൾ, ഹോട്ടലുകൾ, കാണേണ്ട സ്ഥലങ്ങൾ, അല്ലേ? പക്ഷേ ഇതിനിടയിൽ നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. വിസ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ്.
ആ കടലാസ് ജോലികൾക്ക് പിന്നിൽ നമ്മളറിയാത്ത ഒരു ബില്യൺ ഡോളർ ബിസിനസ് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരാണ് നിങ്ങളുടെ വിസ അപേക്ഷ ശരിക്കും കൈകാര്യം ചെയ്യുന്നതെന്ന്? നമ്മൾ സാധാരണയായി എംബസിയിലെയോ കോൺസുലേറ്റിലോ ആണ് അപേക്ഷ കൊടുക്കുന്നത്. പക്ഷേ അവിടെ നിന്നത് എങ്ങോട്ടാണ് പോകുന്നത്? സത്യം പറഞ്ഞാൽ അതൊരു പക്ഷേ സർക്കാർ ഓഫീസിലേക്കായിരിക്കില്ല. ദാ ഈ കാണുന്ന നമ്പർ കണ്ടോ, 360 ദശലക്ഷം. ഇത് വെറുമൊരു സംഖ്യയല്ല, ഒരൊറ്റ കമ്പനി മാത്രം കൈകാര്യം ചെയ്ത വിസ അപേക്ഷകളുടെ എണ്ണമാണത്. അപ്പോൾ ഒന്നാലോചിച്ചു നോക്കൂ, ഈ ഇൻഡസ്ട്രി എത്ര വലുതാണെന്ന്. അതെ, ആ കമ്പനിയാണ് BLS ഇന്റർനാഷണൽ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിസ ഔട്ട്സോഴ്സിംഗ് സ്ഥാപനങ്ങളിലൊന്ന്. പല രാജ്യങ്ങളിലെ ഗവൺമെന്റുകളും വിശ്വസിച്ചേൽപ്പിക്കുന്ന ഒരു അദൃശ്യ പങ്കാളി. അപ്പോൾ ഈ BLSന്റെ ബിസിനസ് എന്ന് പറയുന്നത് വിസ കൊടുക്കൽ മാത്രമല്ല. അവർക്ക് പ്രധാനമായും 2 മുഖങ്ങളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഒരുവശത്ത് അവരുടെ പ്രധാന ബിസിനസ്, അതായത് വിസ, പാസ്പോർട്ട് പോലുള്ള കാര്യങ്ങൾ. ഇത് ലോകം മുഴുവനുമുള്ള 46 ഗവൺമെന്റുകൾക്ക് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്. ഇനി മറുവശത്ത് നോക്കിയാലോ, അവിടെയാണ് അവരുടെ പുതിയ സംരംഭം, ഡിജിറ്റൽ സേവനങ്ങൾ. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ബാങ്കിംഗ് പോലുള്ള സേവനങ്ങൾ എത്തിക്കുന്ന ഒരു വലിയ നെറ്റ്വർക്ക്. ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവരുടെ വരുമാനത്തിന്റെ സിംഹഭാഗവും, അതായത് ഒരു 75% വരുന്നത് ഈ വിസ കോൺസുലാർ സേവനങ്ങളിൽ നിന്നാണ്. പക്ഷേ ആ ഡിജിറ്റൽ സർവീസ് അത്ര മോശമൊന്നുമല്ല. ബാക്കി 25% അവിടെ നിന്നാണ് വരുന്നത്. അത് അതിവേഗം വളരുകയുമാണ്. അപ്പോൾ ഈ ചെയ്യുന്ന ജോലിയെ നമ്മളൊരു പേരിട്ട് വിളിക്കും, ഗവൺമെന്റ് ടു സിറ്റിസൺ അല്ലെങ്കിൽ G2C സേവനങ്ങൾ. സിംപിളായി പറഞ്ഞാൽ സർക്കാർ ചെയ്യേണ്ട ചില പണികൾ അവർക്ക് വേണ്ടി ഒരു സ്വകാര്യ കമ്പനി കുറച്ചുകൂടി എളുപ്പത്തിലും കാര്യക്ഷമമായും ചെയ്തു കൊടുക്കുന്നു. അത്രയുള്ളൂ. ശരി, ഇനി നമുക്ക് ഈ കമ്പനിയുടെ ആ ഒരു അവിശ്വസനീയമായ വളർച്ചയുടെ കഥയിലേക്കൊന്ന് കടക്കാം. എങ്ങനെയാണ് വെറും 20 വർഷം കൊണ്ട് ഇവരൊരു ഗ്ലോബൽ ഭീമനായി മാറിയതെന്ന് നോക്കാം, അല്ലേ? ഇവരുടെ യാത്ര തുടങ്ങുന്നത് 2005-ലാണ്. ന്യൂഡൽഹിയിലെ പോർച്ചുഗീസ് എംബസിയുമായിട്ടുള്ള ഒരൊറ്റ കരാറിൽ നിന്ന്. ഇനി നേരെ 2024-ലേക്ക് വന്നാലോ, ഐഡേറ്റ, സിറ്റിസൺഷിപ്പ് ഇൻവെസ്റ്റ് പോലുള്ള വലിയ കമ്പനികളെ ഏറ്റെടുത്ത് അവർ ശരിക്കും വലുതായി. ഇപ്പോൾ 2025-ൽ എത്തി നിൽക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 2 വിസ പ്രൊവൈഡർമാരിൽ ഒരാളായി ഇവർ മാറിയിരിക്കുന്നു. 70-ലധികം രാജ്യങ്ങളിൽ ഇവർക്ക് സാന്നിധ്യമുണ്ട്. ഇനി നമുക്ക് കുറച്ച് കണക്കുകളിലേക്ക് പോകാം. വെറും 3 വർഷത്തെ കണക്ക് നോക്കൂ. FY22-ൽ 850 കോടിയായിരുന്ന വരുമാനം FY25 ആയപ്പോഴേക്കും 2193 കോടിയായി മാറി. ഏതാണ്ട് 3 ഇരട്ടിയോളം വളർച്ച. എന്നാൽ അതിലും രസകരമായ കാര്യം ഇതാണ്. വരുമാനം വളർന്നതിനേക്കാൾ വേഗത്തിലാണ് ഇവരുടെ ലാഭം വളർന്നത്. നോക്കൂ, 107 കോടിയിൽ നിന്ന് നേരെ 629 കോടിയിലേക്ക്. ഏകദേശം 6 ഇരട്ടി വർധനവാണ് വെറും 3 വർഷം കൊണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ, ഓരോ 100 രൂപ വരുമാനം കിട്ടുമ്പോഴും അതിൽ എത്ര രൂപ ലാഭമായി മാറ്റാൻ പറ്റുന്നു എന്നതിന്റെ കണക്കാണ്. FY22-ല് ഇത് 12.6% FY25-ല് അത് 28.7%. അതായത് ഇരട്ടിയിലധികം. അവരുടെ ബിസിനസ് കൂടുതൽ ലാഭകരമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവിശ്വസനീയമായ വളർച്ചയ്ക്ക് പിന്നിൽ ചില കിടിലൻ തന്ത്രങ്ങളുണ്ട്. ഒന്നാമതായി, ഐഡാറ്റ പോലുള്ള കമ്പനികളെ ഏറ്റെടുത്തുകൊണ്ട് വളർന്നു. രണ്ടാമതായി, ഇടനിലക്കാരെ ഒഴിവാക്കി പ്രവർത്തനങ്ങൾ നേരിട്ട് നിയന്ത്രിച്ചു. അത് ലാഭം കൂട്ടി. പിന്നെ സ്വന്തമായ ഓഫീസുകൾ വാങ്ങാതെ എല്ലാം വാടകയ്ക്കെടുത്തു. അങ്ങനെ ചെലവ് കുറച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സേവനം നൽകുന്നതിന് മുൻപ് തന്നെ ഫീസ് വാങ്ങും. അതുകൊണ്ട് കയ്യിൽ എപ്പോഴും പണമുണ്ടാകും. ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിൽ ഇതിനെ നോക്കാം. എന്തുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ഗവൺമെന്റുകൾ ഇത്തരം ജോലികൾ പുറത്തുള്ള കമ്പനികളെ ഏൽപ്പിക്കുന്നത്? ആ ഒരു ട്രെൻഡാണ് ശരിക്കും BLSനെ പോലുള്ള കമ്പനികളുടെ വളർച്ചയ്ക്ക് കാരണം. ഉത്തരം വളരെ സിമ്പിളാണ്. കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങി, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം. 2022-ൽ 3.4 ബില്യൺ ആയിരുന്നെങ്കിൽ 2024-ൽ അത് 4.8 ബില്യനായി. 2029 ആകുമ്പോഴേക്കും 5.6 ബില്യൺ ആകുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ കൂടുതൽ യാത്രക്കാർ എന്ന് പറഞ്ഞാൽ കൂടുതൽ വിസ അപേക്ഷകൾ, അത്ര തന്നെ. അതുകൊണ്ടുതന്നെ ഗവൺമെന്റുകൾ ഈ ജോലി കൂടുതലായി പുറത്തു കൊടുക്കാൻ തുടങ്ങി. ഈ ചാർട്ട് നോക്കൂ. 2024-ൽ ഏകദേശം 38% വിസ അപേക്ഷകൾ ഔട്ട്സോഴ്സ് ചെയ്തതാണെങ്കിൽ 2029 ആവുമ്പോഴേക്കും അത് 50% ഉയരും. അതായത് പകുതി വിസകളും പ്രോസസ്സ് ചെയ്യുന്നത് സ്വകാര്യ കമ്പനികളായിരിക്കും. അപ്പോൾ ഗവൺമെന്റുകൾക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം? ഒരുപാടുണ്ട്. ചെലവ് കുറയും, കാര്യക്ഷമത കൂടും, എത്ര വലിയ തിരക്കും കൈകാര്യം ചെയ്യാൻ പറ്റും, അപേക്ഷകൾക്ക് നല്ലൊരു അനുഭവം കൊടുക്കാൻ സാധിക്കും, പിന്നെ ബയോമെട്രിക്സ് പോലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയും ഉപയോഗിക്കാം. ശരി, അപ്പോൾ ഇതിന്റെ എല്ലാം ഭാവി എന്താണ്? നമ്മുടെ പാസ്പോർട്ടിനും യാത്രകൾക്കും ഇനി എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. BLSന് വളരെ വ്യക്തമായൊരു പ്ലാനുണ്ട്. ഒന്നാമതായി,
പുതുക്കാൻ വച്ചിരിക്കുന്ന വലിയ ഗവൺമെന്റ് കോൺട്രാക്റ്റുകൾ ലേലത്തിൽ പിടിക്കുക. രണ്ടാമത്, പുതിയ രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുക. മൂന്നാമതായി, വിസയിൽ മാത്രം ഒതുങ്ങാതെ മറ്റ് ഡിജിറ്റൽ സേവനങ്ങളിലേക്കും കടക്കുക. നാലാമതായി, തന്ത്രപ്രധാനമായ മറ്റ് കമ്പനികളെ ഏറ്റെടുക്കുന്നത് തുടരുക. ഈയൊരു ഉദ്ധരണി അവരുടെ ലക്ഷ്യം വ്യക്തമാക്കുന്നുണ്ട്. വിപണികളിലുടനീളം വളർച്ച കൈവരിക്കുന്നതിനും മത്സരശേഷി ഉയർത്തുന്നതിനും ബ്രാൻഡ് മൂല്യം ശക്തിപ്പെടുത്തുന്നതിനും BLS നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. അതായത്, സിമ്പിളായി പറഞ്ഞാൽ ടെക്നോളജിയാണ് ഇനി കളി നിയന്ത്രിക്കാൻ പോകുന്നത്. AI, ബയോമെട്രിക്സ്, ഡാറ്റാ സെക്യൂരിറ്റി, ഇതിലൊക്കെ ആരാണോ മുന്നിൽ അവരായിരിക്കും ഈ രംഗത്തെ രാജാക്കന്മാർ. അപ്പോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വലിയ ചോദ്യം വരും, അല്ലേ? നമ്മുടെ യാത്രകൾ, നമ്മുടെ പേഴ്സണൽ ഡാറ്റ, എന്തിന് രാജ്യങ്ങളുടെ അതിർത്തികൾ പോലും ഒരു പരിധിവരെ സ്വകാര്യ കമ്പനികൾ കൈകാര്യം